ഈശോയിൽ പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലെ ആദ്യ പെസഹ നാളിൽ ഇസ്രായേൽക്കാർ ഒരു കുഞ്ഞാടിനെ കൊന്ന് അതിൻ്റെ രക്തം കട്ടിൽ പടിയിന്മേൽ തളിച്ചു, അതിൻ്റെ മാംസം അവർ ഭക്ഷിച്ചു. പിറ്റേ ദിവസം അവർ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിതരായി കാനാൻ നാട്ടിലേക്ക്, തേനും പാലും മുഴുകുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ നാട്ടിലേക്ക് യാത്രയായി. പുതിയ നിയമത്തിലെ ആദ്യ പെസഹ തിരുനാളിൽ ഈശോയാകുന്ന കുഞ്ഞാട് വധിക്കപ്പെടുകയാണ്. തിരുരക്തവും തിരുശരീരവും നമുക്ക് ഭക്ഷണപാനീയങ്ങളായി തന്ന് അവിടുന്ന് പരിശുദ്ധ കുർബാന സ്ഥാപിച്ച് നമ്മോടൊപ്പം വസിക്കുന്നു. പഴയ നിയമത്തിലെ ആദ്യ പെസഹ കഴിഞ്ഞ് ജനങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കപ്പെട്ടെങ്കിൽ പുതിയ പെസഹയിൽ അനുദിനം വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുമ്പോൾ ഈശോയുടെ ശരീരരക്തങ്ങളിലൂടെ നമ്മൾ പാപത്തിൻ്റെ, ദുശീലങ്ങളുടെ, തിന്മയുടെ, ജഡികവികാരങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് മോചിതരായി ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കപ്പെടുകയാണ്. ആ ഒരു ബോധ്യത്തോടെ ഓരോ ദിവസത്തെയും ബലിയർപ്പണം ഭക്തിയോടെ നയിക്കുവാനും യഥാർത്ഥ സ്വാതന്ത്ര്യം, ആത്മീയ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനും നമുക്ക് ഇടയാകട്ടെ. ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.